എന്നിട്ട് പറഞ്ഞു വിളിക്കാം, സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ രാവിലെ വിളിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. രാവിലെ 9 മണിയാകുമ്പോൾ കോൾ വന്നു, ഒന്ന് രാവിലെ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അനഘേനെ വിളിച്ചിട്ട് പറഞ്ഞു, അനഘ എൻ്റെ ജൂനിയറാണ്, പ്ലസ് ടു ആ ഒരു ഇതിൽ. അപ്പോൾ അനഘയോട് വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഫിലിമിൽ കിട്ടി. ഞാൻ പറഞ്ഞു അതെ എനക്കും ഉണ്ടിടാ, ഞാനും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആ ഒരു രീതിക്ക് എനക്കും ഉണ്ട്, പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കാമെന്ന്, കാഞ്ഞങ്ങാട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ പോയി പിക്ക് ചെയ്ത് നമ്മൾ രണ്ടാളും ഒരുമിച്ച് പോയി. പോകുമ്പോൾ തന്നെ രാജേട്ടൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ തമ്മിൽ അറിയുന്നു? അപ്പോൾ എനക്ക് പറഞ്ഞു ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സീനിയറാന്ന് പറഞ്ഞു. ഫ്രണ്ടാണ് ഫ്രണ്ടാണ്. എന്നിട്ട് രാജേട്ടൻ പറഞ്ഞു അതിന് നമുക്ക് വേണ്ടത് വാ 4 പറഞ്ഞ് രണ്ടാളും കൂട്ടിക്കൊണ്ടായി. അവിടെയും സെലക്ട് ആയിട്ടുണ്ടായ 3 ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ ആദ്യം വിളിക്കണ്ട, വേറെ ആരെങ്കിലും വിളിച്ചോ, എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. രാജേട്ടനോട് വെറുതെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഇടാ അവിടെ ഇരുന്നു, പിന്നെ ഞാൻ എന്നാൽ പിന്നെ വേറെ ആരെങ്കിലും ഒന്ന് ഇതാക്കിയിട്ട് പറഞ്ഞിട്ട് 2 ആൾക്കാർക്ക് കൊണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി പഠിച്ചു. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നാടകത്തിലൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. അപ്പോൾ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ അവർ 2 ആളും ചെയ്തു. എന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു രാജേട്ടാ എന്താ ഡയലോഗ്? ഞാൻ പറഞ്ഞു ഡയലോഗെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഓളോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് 2ഉം ചെയ്തു, ചെയ്തിട്ട് ഇഷ്ടമായി. ആ ഒരു കൂട്ടുകാരിക്കൊപ്പം പോയി, കൂട്ടുകാരി തന്നെ നായികയായി, മനോഹരമായ അനുഭവം ഉണ്ടായി അല്ലേ? അതേപോലുള്ള അടി എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അടി ഇതുവരെ കിട്ടിയില്ല എനിക്ക്. ആദ്യമായിട്ട് അടിയത് നന്നായി കിട്ടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എന്നോട് പറയുന്നില്ല അതിൽ അടി കിട്ടുന്ന എനിക്ക് പറയുന്നില്ല. ഞാൻ വിറകൊത്തിക്കൊണ്ടിരിക്കുക, എണീക്കുമ്പോൾ സുജയെന്ന് വിളിക്കണം, എഴുന്നേറ്റ് സുജയ ഇങ്ങനെ വരുമ്പോൾ സുജയെന്ന് വിളിക്കണം. ആ ഒരു സൂചനാകുന്ന സമയത്ത് അടി കിട്ടി. ശരിക്കും അടി കൊണ്ടതിന് ശേഷം ഫുൾ ഫീലായിപ്പോയി മൊത്തം. എന്താ പറയുക, ആൾക്കാർ കുറേ ആൾ നിൽക്കുന്നുണ്ട്. എനിക്ക് അടി ഒന്നാമത് നല്ല പോലെ കിട്ടി, എന്നെ കിട്ടി, ശരിക്കും കിട്ടി. കരഞ്ഞു പോയി, ശരിക്കും കരഞ്ഞു. അവിടുന്ന് സാറ് വന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിച്ച്, സെൻ്റെ സാറ് വന്ന് കെട്ടിപ്പിടിച്ച്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, പ്രസാദായിട്ട് അവരൊക്കെ വന്ന് ഒന്ന് ഐസൊക്കെ വെച്ച് വന്ന് ഇവിടെ വേറെല്ലോ വന്ന് ഇങ്ങനെ. അർജുൻ്റെ വീട്ടിലാരൊക്കെയാണ്? എൻ്റെ ചെയ്യുന്നത് വീട്ടിൽ അമ്മ, അനിയത്തി, അച്ഛൻ ഗൾഫിലാണ്, ഞാനും ഗൾഫിലായിരുന്നു. ഇപ്പോൾ വന്നതാണ്, 1 മാസമായിട്ട് പോയിട്ട്. അവിടെ എത്താൻ കാല് കുത്തുന്ന ദിവസം പിന്നെ ഇവിടെ സെക്കൻഡ് ബെസ്റ്റ് ഫിലിം എന്നുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. പിന്നെ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല. അവസരങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ മുന്നിൽ? അവസരം ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല, കുറേ ആൾക്കാർ സംസാരിച്ചുകൊണ്ടൊക്കെ. എന്തായാലും സജീവമാവട്ടെ.